അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഫിസിക്കലി ഒരു കാര്യവും അധികം ചെയ്യുന്നില്ല. കാരണം ബ്രെയിനിന് ആ ഒരു ഡോപ്പമൈൻ ഹിറ്റ് കിട്ടി, അതായത് ഇപ്പോൾ നമ്മളൊരു എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് കണ്ട് നമ്മൾ ആ ഗോൾ ചെയ്തതായിട്ട് ബ്രെയിനിനൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഫിസിക്കലി നമുക്ക് അതിനകത്ത് ഒരു ആക്ഷനും അല്ലെങ്കിൽ ഫിസിക്കലി ഒരു റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടുന്നില്ല. പലരും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ അതിൽ നിന്ന് നമ്മുടേതായിട്ട് എന്താണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത് ഒരിക്കലും ആരും ചെയ്യുന്നില്ല. കാരണം ഒരു വീഡിയോ കാണുന്നു, അതിനുശേഷം അടുത്ത വീഡിയോയിലേക്ക് പോകുന്നു. ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് വീഡിയോസ് കണ്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാനോട് കൂടി ഇതിനെ അപ്രോച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ജേണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജേണലിങ്ങിനെ കുറിച്ചാണ്. ജേണലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പേപ്പറും പേനയും വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലും എഴുതിയിടുന്ന ഒരു കാര്യമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ചെറുതും വലുതുമായിട്ടുള്ള വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ജേണലിങ്ങിന് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ജേണലിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമായിട്ടൊക്കെ തോന്നാം, പക്ഷെ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി നമ്മൾ ഒരു ഹാബിറ്റായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇമ്പാക്റ്റ് വലുതാണ്. അതായത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ഷൻ എടുക്കാനായിട്ട് നമുക്ക് ഇത് നോക്കിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നമുക്ക് ചെയ്യണം, ആ പറഞ്ഞ സമയത്ത് നമുക്ക് ആക്ഷൻ മൈൻഡിൽ അല്ലെങ്കിൽ ഒരു ഐഡിയ മൈൻഡിൽ വരും. നമ്മളതിനെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പല കാര്യങ്ങളും അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് പല കാര്യങ്ങളും കാണുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് നമുക്കൊരു ആക്ഷനായിട്ട് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ബ്രെയിനിന് വേണ്ടത് ക്ലാരിറ്റിയാണ്. ഈ ക്ലാരിറ്റി നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള രീതികൾ വെച്ചിട്ടാണ്. ഒരിക്കലും ജേണലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ചെയ്യരുത്. ഒരു ഫിസിക്കൽ നോട്ട് തന്നെ ഇതിനകത്ത് വയ്ക്കുക. ഞാനിവിടെ സംസാരിക്കുന്നത് വെറും ഒരു മോട്ടിവേഷനായിട്ട് കണ്ട് കളയാനല്ല, അത് നിങ്ങളൊരു ആക്ഷനായിട്ട് എടുക്കുക എന്നുള്ളത്. നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്നവർ ജേണലിംഗ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് എക്സ്പ്ലനേഷനും ഞാൻ ഇതിനകത്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മാക്സിമം നോക്കുക. ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റ പാർട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയി പോവുകയും ചെയ്യും. മാത്രമല്ല എല്ലാവർക്കും പെട്ടെന്ന് ഇത് ആപ്ലിക്കബിളായിട്ട് എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. പലരും പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ അറ്റൻഷൻ സ്പാൻ നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ വളരെ കുറവാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മളിതൊരു 2 പാർട്ടായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് കുറച്ച് ഡിലേ എടുത്ത് അടുത്ത പാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ജേണലിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ചിന്തകളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ കുറിച്ചാണ്. അപ്പോൾ ബ്രെയിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് 24/7 പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. നേരെ മറിച്ച് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ റാം പോലെയാണ്. ആ ഒരു പ്രവർത്തിക്കേണ്ട ടൈമിൽ അതിൻ്റെ മെമ്മറീസൊക്കെ ഫീഡായിട്ട് വരും. പിന്നെ അതിനുശേഷം അത് ഓഫായി നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കും, ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ചിന്തിക്കും, പലതിനെ ഓർത്ത് നമുക്ക് വേണ്ടാത്ത പല ടെൻഷൻസും നമുക്കുണ്ടാവും. അപ്പോൾ ഈ ജേണലിംഗ് നമ്മൾ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ എപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കാമായിട്ടിരിക്കും. കാരണം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നെക്സ്റ്റ് കാര്യം ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്, ഇതിൻ്റെ ഔട്ട്കം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ബ്രെയിനിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ജേണലിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ബ്രെയിനിൻ്റെ ലോഡ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു, തോട്ട്സ് എല്ലാം നമ്മൾ ഡയറിയിലോ പേപ്പറിലോ എഴുതുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പലതും മനസ്സിൽ കൊണ്ട് നടന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്ലട്ടറായിട്ടിരിക്കുന്ന ഒരു സാധനത്തിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കും പോലെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഗോൾസിനെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഇന്ന് മെയിനായിട്ട് ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്.
ഒന്ന് കറണ്ട് ബില്ല് നമ്മൾ അടയ്ക്കണം, പിന്നെ എന്തെങ്കിലും ഒരു വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരിക്കും, ഒരു സ്ഥലത്ത് പോകണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇത് ആവശ്യമില്ലാത്ത തോട്ട്സാണ്, കാരണം നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ ഫ്യൂച്ചറിനെയും പാസ്റ്റിനെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ടാണ്. ഇതൊരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങൾ 1 by 1 എഴുതുക. എന്നിട്ട് ഇതിനെ ആക്ഷൻ, അതായത് ഇപ്പോൾ ഞാൻ ഇത്ര മണിക്ക് കറണ്ട് ബില്ല് അടയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കറണ്ട് ബില്ല് അടയ്ക്കും, ഞാൻ ഇത്ര മണിക്ക് ഈ കാര്യം ചെയ്യും എന്നൊരു ക്ലാരിറ്റി ബ്രെയിനിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് ഓക്കെ ആണ്. അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു പേപ്പർ അടുത്തെവിടെയെങ്കിലും വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ദിവസത്തെ അത്രയും കാര്യങ്ങൾ, ഒരു 3-4 കാര്യങ്ങൾ മെയിനായിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ബാക്കി ടൈം നമ്മുടെ സീരിയസ് ആയിട്ട് നോക്കുന്ന കാര്യങ്ങളിലോട്ട് നമുക്ക് ചെയ്യാം. പലരും ചെയ്യുന്നത് ഇത് ചെയ്യാതെ രാവിലെ എഴുന്നേറ്റിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഓൾറെഡി അവരുടെ ബ്രെയിനിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അന്ന് നടക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി കൊണ്ട് ഇങ്ങനെ ക്ലട്ടറായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ജേർണലിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ ലൈഫിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലൈഫിൽ ഇതിനൊരു അളവ് കോലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം നമുക്കൊന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയ്ക്കണം എന്ന് പറയുന്ന ഒരാളിന് നിങ്ങളുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എത്ര കിലോ കുറയ്ക്കണം, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് എത്ര കിലോ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കുക എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. നമ്മൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കി അതിനുള്ള ആക്ഷൻ സ്റ്റെപ്സ് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ചുകൂടെ സഹായിക്കുന്ന ഒരു രീതിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ജേർണലിംഗ് തന്നെ പല രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫുഡ് ജേർണലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ജേർണലോ ആയിട്ടോ നമുക്കിതിനെ എഴുതാനായിട്ട് പറ്റും. നമുക്ക് ഓവറോൾ കാര്യങ്ങൾ എഴുതുന്നതിന് പകരം ഇങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടി അല്ലെങ്കിൽ ഒരു ഗോളിന് വേണ്ടി മാത്രം നമുക്ക് ജേർണലിംഗ് എഴുതാൻ പറ്റും. ദിവസം ഒരു 15-20 മിനിറ്റ് നിങ്ങൾ ജേർണലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ സ്ട്രെസ്സ് കുറയുന്നതായിട്ട് കാണാം, ഫോക്കസ് കൂടുന്നതായിട്ട് കാണാം. ഉറക്കത്തിൽ അല്ലെങ്കിൽ ഉറങ്ങാനൊക്കെ കിടന്നു കഴിഞ്ഞാൽ അവരുടെ തോട്ട്സ് ഓൾറെഡി ഇംപ്രിൻറ്റഡ് ആണ്. അപ്പോൾ പിന്നെ അവർക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ഉറങ്ങാനായിട്ട് പറ്റും. ആൻസൈറ്റി കുറയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ ആവിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, സ്റ്റഡീസ് പറയുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജേർണലിംഗ് എപ്പോഴൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം രാവിലെയും വൈകുന്നേരമാണ്. രാവിലെ നമുക്ക് അന്നേ ദിവസം ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളെ കുറിച്ച് എഴുതാം. പിന്നീട് നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാം, കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ ബെറ്റർ ആക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതാം. കഴിഞ്ഞ ദിവസം ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ വെർഷനിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ജേർണലിങ്ങിന് ആ ഒരു മോർണിംഗ് ജേർണലിങ്ങിൽ ഉൾപ്പെടുത്താം. പിന്നെ രാവിലെ കുറച്ചുകൂടി പോസിറ്റീവായിട്ടിരിക്കാൻ ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങളെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ളതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലായിട്ട് ഇതിന് നമുക്കൊരു 3 കാര്യങ്ങൾ അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി വരുന്ന നൈറ്റ് ജേർണലിംഗ് ആണ്. നൈറ്റ് ജേർണലിംഗ് ആണ് ശരിക്കും മോർണിംഗിനേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം മോർണിംഗ് ജേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദിവസത്തെക്കുറിച്ചാണ് നോക്കുന്നുണ്ടെങ്കിൽ നൈറ്റ് ജേർണലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തവണയാണ് നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൈറ്റ് ജേർണലിംഗ് ആക്കാനാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ നൈറ്റ് ജേർണലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസത്തെ ഒരു ഡീക്ലട്ടർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആക്കും. അടുത്ത ദിവസത്തേക്കുള്ളൊരു ഊർജ്ജം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വേണമെങ്കിൽ നൈറ്റ് ജേർണലിൽ എഴുതാനായിട്ട് പറ്റും. ആ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് രാവിലെ എഴുതാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ദിവസം ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, നാളെ ഇതൊക്കെ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ വൈകുന്നേരവും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ക്ലാരിറ്റി, ഇന്നത്തെ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും, നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരാൾക്കാർക്ക് ജേർണലിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. കാര്യം അവർക്ക് നാളെ രാവിലെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ നമ്മൾ എഴുന്നേൽക്കുകയാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യണം. അപ്പം രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊരു ശീലമായിട്ട് മാറാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ജേർണലിംഗ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്.
ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജേർണലിംഗ് എഴുതുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനകത്ത് സംഭവിക്കുന്നത് വേറൊന്നുമല്ല. നിങ്ങളുടെ കുറച്ചുകൂടെ ഒരു പുതിയൊരു ശീലം വരികയും ചെയ്യും. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ഒരു അവയർനെസ് ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ജേർണലിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വീക്ക്ലി ജേർണലിങ്ങിൽ നിങ്ങൾക്ക് എഴുതാം ആ ഒരാഴ്ചയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ ദിവസവും ചെയ്യാൻ പോകുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അങ്ങനെ വീക്ക്ലി ജേർണലിങ് നിങ്ങൾക്ക് വീക്ക്ലി പ്ലാനിങ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിനൊരു അവയർനെസ്സും ഒരു ക്ലാരിറ്റിയും നമുക്ക് കൊടുക്കാൻ പറ്റും. വെറുതെ നമ്മുടെ തോട്ട്സ് മാത്രം എഴുതി വെക്കുന്നതല്ല. തോട്ട്സ് എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ബ്രെയിൻ ഒന്ന് ഫ്രഷായി, കുറച്ചുകൂടെ സ്പേസ് ബ്രെയിനകത്ത് കിട്ടി, കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.